13-ാമത്തെ ചോദ്യം, സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഇതൊരു ഓപ്ഷൻ എ ചട്ടമ്പി സ്വാമികൾ. 14-ാമത്തെ ചോദ്യം, സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ഇതൊരു ഓപ്ഷൻ സി മിതവാദി. 15-ാമത്തെ ചോദ്യം, കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് ആരാണ്? ഓപ്ഷൻ ബി അയ്യങ്കാളി. 16-ാമത്തെ ചോദ്യം, G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത്? ഇതൊരു ഓപ്ഷൻ ഡി സിംഗപ്പൂർ. 17-ാമത്തെ ചോദ്യം, ഇസ്രയേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ്? അതൊരു ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ്. 18-ാമത്തെ ചോദ്യം, പട്ടിണി ഇല്ലാതാക്കൽ, സാമൂഹ്യനീതി, തുല്യതയിലധിഷ്ഠിതമായ വളർച്ച ഈ ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ പഞ്ചവത്സര പദ്ധതി. ഇതൊരു ഓപ്ഷൻ എ 9-ാം പഞ്ചവത്സര പദ്ധതി. 19-ാമത്തെ ചോദ്യം, ഏത് ഇന്ത്യൻ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്നത്? ഇതൊരു ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. 20-ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം. ഈ വിഷയത്തെക്കുറിച്ച് താഴെ പറയുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? 1. സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 നിലവിൽ വന്നു. 2. MN കുൻസ്രു ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. 3. മലയാളിയായ KM പണിക്കർ അതിൽ അംഗമായിരുന്നു. ഇതൊരു ഓപ്ഷൻ ബി 2 മാത്രം.